ശേഷം പലരിൽ നിന്നും എന്നോട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം അവരെന്നോട് പറഞ്ഞിരുന്നത്, നീ ഈ കുഞ്ഞിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്, ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നടന്നില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാവും, നിങ്ങൾക്കതൊരു ബാധ്യതയാകും എന്നൊക്കെ ഒത്തിരി പേര്, ഇവൻ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നോട് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അച്ഛൻ അതിന് കുറ്റം പറയില്ല. കാരണം ഒരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും തോന്നും. കാരണം അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടാൽ നമുക്ക് പോലും അങ്ങനെ തോന്നും. എനിക്ക് പോലും അങ്ങനെ തോന്നി, ദൈവമേ ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നു, ഞാൻ എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും എന്നെ കുറ്റം പറയും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്നാലും എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഒരു പരിഹാസപാത്രമാക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മരിയ. എൻ്റെ വീട് കുമരകത്താണ്. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് മാർച്ച് 25-നാണ്. ആദ്യമായി തന്നെ എനിക്കിവിടെ വരാൻ അവസരം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം നടത്താനുണ്ട്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2018 തൊട്ട് ഞാൻ OET എക്സാം എഴുതാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ 5 തവണ എക്സാം എഴുതി. അപ്പോഴെല്ലാം എനിക്ക് മീൻസ് 3 Bയും 1 C+ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് എനിക്ക് 10 മാർക്കിന് എപ്പോഴും സ്പീക്കിംഗ് പോകുമായിരുന്നു. പക്ഷെ അത് ഇപ്പോഴത്തെ അയർലൻഡ് സ്കോറാണ്. പക്ഷെ അന്ന് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അത് അക്സെപ്റ്റഡ് അല്ലായിരുന്നു അയർലൻഡിന്. അപ്പം ഞാൻ 5 തവണ എക്സാം എഴുതിയതിന് ശേഷം റീവാലുവേഷന് കൊടുത്തതിന് ശേഷം എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുത്തെ കൗൺസിലേഴ്സ് അമ്മയോട് പറഞ്ഞു, നിങ്ങളെന്തായാലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നുകൂടെ എക്സാം എഴുതണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ആദ്യം ഓർത്തു എനിക്ക് ആ റീവാലുവേഷനിൽ കിട്ടും, കാരണം എനിക്ക് അതുപോലെ എക്സാം എളുപ്പമായിരുന്നു 5ാമത്തെ തവണ എക്സാം എഴുതിയപ്പോൾ. പക്ഷേ എൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 10 മാർക്കായിരുന്നു എനിക്ക് കുറവ്. പക്ഷേ 20 മാർക്ക് പിന്നെയും കുറഞ്ഞു. അതനുസരിച്ച് പിന്നെ ഞാൻ 6ാമത്തെ തവണ എക്സാം വീണ്ടും എഴുതി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ ബിയോടെ പാസ്സാകാൻ സാധിച്ചു. അത് മാർച്ച് 26-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. മാർച്ച് 25-ന് ലോക്ക്ഡൗൺ ആയി. പിന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ UK-യിലേക്ക് 2020 ഡിസംബറിൽ പോയി. പിന്നീട് ഞാൻ തിരിച്ചു വന്നത് ഇവിടെ ഞാൻ അതിന് ശേഷം 2 തവണ വന്നു. അപ്പോഴൊന്നും എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. കാരണം ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നു. അതായത് എൻ്റെ റൈറ്റ് ഐ പൂർണ്ണമായിട്ടും ബ്ലേഡായി. പിന്നെ അവിടെ വെച്ച് എനിക്ക് അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇതിൽ വീൽ ചെയർ ആക്സസ് എടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയതുകൊണ്ടും എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ നാട്ടിൽ വരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ ശേഷം 5 മാസം ആയപ്പം അനോമലി സ്കാനിൽ എൻ്റെ കുഞ്ഞിന് നട്ടലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നും അവൾ ചിലപ്പം നടക്കില്ല എന്നും അവൾ കൈയും കാലൊന്നും അനക്കില്ല എന്നും ഡോക്ടേഴ്സ് അവിടുന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ അവൾക്കൊരു കിഡ്നി ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ കൃപാസനം മാതാവിൽ ഒരുപാട് വിശ്വാസമായിരുന്നു. കാരണം ഞാൻ OET പാസ്സായത് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് ഒത്തിരി കരഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, നീ മാതാവിൽ വിശ്വസിക്കുക, നിനക്ക് ഇത്രയൊക്കെ മാതാവ് സാധിച്ചു തന്നില്ലേ, അപ്പം ഉറപ്പായിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞാണ്, അതുകൊണ്ട് നീ തന്നെ ഉടമ്പടി എടുക്കണം, നീ ഒരു നേർച്ച നേരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യം അത് സബ്മിറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ ദൈവമേ എന്നെ കൈവിടുവാണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പക്ഷേ ഞാൻ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് ഞാൻ 2ാമതും ട്രൈ ചെയ്തു. പക്ഷേ അപ്പോൾ അത് ശരിയായി. ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഞാൻ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും അതിനുശേഷം ഞാൻ അതിന് ഉടമ്പടി നിയോഗങ്ങൾ ബൈബിൾ വായിക്കാനും ഒക്കെ തുടങ്ങി. എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ടും അത് കഴിഞ്ഞതിന് ശേഷം പലരിൽ നിന്നും എന്നോട്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം അവരെന്നോട് പറഞ്ഞിരുന്നത്, നീ ഈ കുഞ്ഞിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്, ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നടന്നില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാവും, നിങ്ങൾക്കതൊരു ബാധ്യതയാകും എന്നൊക്കെ ഒത്തിരി പേര്, എൻ്റെ ഹസ്ബൻഡ് പോലും എന്നോട് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അച്ഛൻ അതിന് കുറ്റം പറയില്ല. കാരണം ഒരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ
കേൾക്കുമ്പോൾ അങ്ങനെ എല്ലാവരും തോന്നും. കാരണം അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടാൽ നമുക്ക് പോലും അങ്ങനെ തോന്നും. എനിക്ക് പോലും അങ്ങനെ തോന്നി, ദൈവമേ ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നു, ഞാൻ എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും എന്നെ കുറ്റം പറയും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്നാലും എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഒരു പരിഹാസപാത്രമാക്കാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം അവരെന്നെ ലണ്ടനിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഫീറ്റൽ MRI പറഞ്ഞു. അതായത് കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഒരു MRI, കുഞ്ഞിൻ്റെ ഫുൾ MRI ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ ഒരു തവണ ഞാൻ ബർമിംഗ്ഹാം എന്നൊരു സ്ഥലത്ത് പോയി MRI ചെയ്തിരുന്നു കുഞ്ഞിൻ്റെ. പക്ഷേ അത് ഫുള്ളായിട്ട് നടന്നില്ല. കാരണം കുഞ്ഞിന് ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, ഒത്തിരി നമുക്ക് കറക്റ്റായിട്ടുള്ള വിഷ്വൽസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടെ വരേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ലണ്ടനിൽ ചെന്നപ്പം 40 മിനിറ്റ് കൊണ്ട് തീരേണ്ട MRI 1.5 മണിക്കൂറായിട്ടും തീർന്നില്ല. അപ്പോൾ അവരെന്നെ വല്ലാത്തൊരു പൊസിഷനിലാണ് അന്ന് കിടത്തിയിരുന്നത് MRI എടുക്കാൻ. നോർമൽ നമ്മൾ കിടക്കുന്ന പോലെ രീതിയിലല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പം ഞാൻ ഒത്തിരി തവണ എൻ്റെ കയ്യിലൊരു ബെല്ലുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം അവരെ. പക്ഷേ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് അവരെ വിളിക്കാതെ തന്നെ ഞാൻ 1.5 മണിക്കൂർ കൂടുതലും എനിക്ക് തോന്നിയ ഒരു 2 മണിക്കൂറായി ഞാൻ അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന്. പക്ഷേ അവരെ ഞാൻ പിന്നീട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ട് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, നീ എന്താ രാവിലെ കഴിച്ചത്? നിൻ്റെ കുഞ്ഞ് ഇത്രയും കിടന്ന് ആക്റ്റീവായിട്ട് കാണിക്കാൻ നീ എന്താ കാണിച്ചത്? കുഞ്ഞ് കിടന്ന് തിരിഞ്ഞ് മറയുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ അത്രയും നാളും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു, അത്ര വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഇല്ലായിരുന്നു. പക്ഷേ ഈ MRIക്ക് കയറിയപ്പോൾ തൊട്ട് എൻ്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് ഭയങ്കരമായിട്ട് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവമേ ഇവരൊക്കെ പറയുന്നുണ്ട് കുഞ്ഞ് കാലനക്കില്ല, നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു കുഞ്ഞ് എങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് ചെയ്യും? അതുപോലെ തന്നെ MRIയുടെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു വെരി ആക്റ്റീവ് ബേബി എന്ന്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ പപ്പ ഇവിടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്. കാരിത്താസിലെ ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്ത് ഈ റിസൾട്ട് കാണിച്ചു. അപ്പോൾ ആ ഡോക്ടേഴ്സ് അത് കണ്ടിട്ട് പറഞ്ഞത്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞുണ്ടാവട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നീട് ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. അതും എനിക്കൊരു അനുഗ്രഹമായിരുന്നു. അത്രയും നാളും ഒരു ബ്രിട്ടീഷുകാരിയായിരുന്നു എൻ്റെ മാനേജർ. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു മലയാളി ചേച്ചി ഞങ്ങളുടെ മാനേജറായിട്ട് വന്നു. പുള്ളിക്കാരി ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, നീ ഡ്യൂട്ടിക്ക് വരണ്ട, നീ വീട്ടിലിരുന്നോ, നിനക്ക് പേയ്മെൻറ്റും എല്ലാം കാര്യങ്ങളും കിട്ടും, പിന്നെ നീ എന്തിനാ? അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഞാൻ ഡ്യൂട്ടിക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻഫെക്ഷസ് വാർഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെയും റിസ്ക്കാണ്, അതുകൊണ്ട് നീ വരണ്ട, നീ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞ് ആ ചേച്ചി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പം അതും ഒരു അനുഗ്രഹമായിരുന്നു എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയത്. അതിനുശേഷം ഞാൻ അവിടുന്ന് എനിക്ക് അവരുടെ അവർ പറയുന്ന ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ MRIക്ക് ശേഷം അവർ കിഡ്നി ഇല്ലെന്ന് പറഞ്ഞതാണ്. അതിൻ്റെ റിസൾട്ടിൽ കിഡ്നി ഉണ്ട് കുഞ്ഞിന്, പക്ഷേ ലെഫ്റ്റ് കിഡ്നി നമ്മൾ സാധാരണ ഉള്ള പൊസിഷനിൽ നിന്നും ഇച്ചിരി താഴെയായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് അവരത് പറഞ്ഞത് കിഡ്നി ഇല്ലയെന്ന്. അവർ സാധാരണ നോക്കിയ സ്ഥലത്ത് കിഡ്നി ഇല്ല, അതുകൊണ്ട് അവർ കിഡ്നി ഇല്ലയെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രശ്നം കൊണ്ട് കുഞ്ഞിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെ കിഡ്നിയൊക്കെ ഇല്ല, ഇങ്ങനെയുള്ള സ്പൈൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുഞ്ഞ് ബവൽ ആൻഡ് ബ്ലാഡർ ഫംഗ്ഷനൊക്കെ കുഞ്ഞിനെ അറിയാൻ പറ്റില്ല, തന്നെ കിടക്കുന്ന കിടപ്പിലോ ഒക്കെ പോകും, അങ്ങനെയൊക്കെ അവരെന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊക്കെ അത്രയൊക്കെ ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോന്നു. അത് മാർച്ച് 14 ഞാൻ നാട്ടിലെത്തി. മാർച്ച് 25 ആയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അവിടുന്ന് നേർന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കും, എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നൊരു സാക്ഷ്യം പറയുമെന്ന് നേർന്നിട്ടാണ് ഞാൻ അവിടുന്ന് വന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു പ്രായമായ സ്ത്രീകളുള്ള ഒരു അനാഥാലയം പോലെയുണ്ട്, അവിടെയൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഞാനത് കൂടാതെ ഇവിടെ ഓരോ സംഘടനകൾ ഓരോ വീട്ടിൽ ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവർക്കൊക്കെ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് ഞാൻ OET പാസ്സായി അവിടെ ചെന്ന അന്ന നാൾ മുതൽ ആരെങ്കിലും ഒരു സങ്കടം എന്നോട് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കുക, പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്, എന്താണേലും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമാകാം. ഞാൻ നാട്ടിൽ എന്തായാലും വന്നു. ജൂലൈ 10 ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ
ഇതൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ 5th മന്ത് ആകുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കൊന്ന് നാട്ടിൽ വന്നായിരുന്നു. ആ സമയത്ത് അമ്മ ഇവിടെ ഓൾറെഡി ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അമ്മയ്ക്ക് നേർച്ച വസ്തുക്കൾ അമ്മ ഇവിടുന്ന് വാങ്ങിച്ച് അത് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതായത് തൈലം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ വയറ്റിലും പുരട്ടും, അതുപോലെ എൻ്റെ നെറ്റിയിലും പുരട്ടും, ഉപ്പ് ഉപയോഗിക്കും, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. തേൻ ഉപയോഗിക്കും, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇവിടെ വന്നിട്ട്. ജൂലൈ 10 എനിക്ക് സിസേറിയൻ ആയിരുന്നു. എനിക്ക് കുഞ്ഞുണ്ടായി, പെൺകുഞ്ഞാണ്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഒരു പെൺകുഞ്ഞാണെന്നുള്ളത്. പക്ഷേ അപ്പം അവിടെ വെച്ചു അതും ഒരു ടെൻഷനായിരുന്നു. കാരണം ഇങ്ങനെ കിഡ്നി ഇല്ല, കുഞ്ഞിനിങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആണ്, പെൺകുഞ്ഞാണ്, എന്ത് ചെയ്യും എന്നൊക്കെ ഒത്തിരി ആൾക്കാർ എന്നോട് പ്രഷർ ചെയ്തു. നീ ഇത് അബോർട്ട് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക, അതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുഞ്ഞുണ്ടായതിന് ശേഷം അവളുടെ ബാക്കിൽ നട്ടലിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഈ മുഴ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു വലിയ പ്രശ്നമൊന്നും ഇല്ല. ആദ്യം ഗൈനക്കിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ MRI എടുത്തു. ആ MRI എടുക്കാൻ 3 ദിവസം വേണ്ടി വന്നു. കാരണം ആദ്യത്തെ 2 ദിവസം സെഡേഷൻ കൊടുത്തിട്ടും കുഞ്ഞ് എഴുന്നേക്കുമായിരുന്നു. ഒരു 40 മിനിറ്റ്സ് എങ്കിലും MRIക്ക് എടുക്കും. പക്ഷേ കുഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു 5 മിനിറ്റ് കൂടെ മതിയായിരുന്നു. പക്ഷേ അവൾ എഴുന്നേറ്റത് കൊണ്ട് അത് കംപ്ലീറ്റ് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ ദിവസം ഞാനിവിടെ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ റൂമിലിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മയാണ് കൂടെ പോയത്, കുഞ്ഞിൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന നേഴ്സും കൂടെ നിന്ന് കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ കാലിൽ ഇങ്ങനെ കൈ തൊട്ട് അമ്മയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു സെഡേഷനും കൂടാതെ തന്നെ കുഞ്ഞ് 40 മിനിറ്റ് അനങ്ങാതെ തന്നെ കിടന്നു. അങ്ങനെ അവളുടെ MRI കഴിഞ്ഞു. MRI കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പം ന്യൂറോ സർജൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ചെറിയൊരു സർജറി ചെയ്യണം. അവളുടെ അതായത് കുറച്ച് നേഴ്സ് അവിടെ കുന്നുകൂടി ഇങ്ങനെ കിടക്കുന്ന പോലെയാണ്, പെടഞ്ഞ് കിടക്കുവാണ്. അതിന് പിന്നെ ആ മുഴയെന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും ഫാറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ചെറിയൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയാണ് ചെയ്യാം, ഇപ്പം തന്നെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇച്ചിരി ഒന്ന് ഓക്കെ ആവട്ടെ, ഒരു 1 മന്ത് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 4 ഇവളുടെ സർജറി ചെയ്തു. പക്ഷേ ഇവൾ ആദ്യമേ ഉണ്ടായപ്പോൾ തന്നെ ഇവളുടെ കാലിനും കൈക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അതായത് ആ ബാക്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കുഞ്ഞിനില്ല. അപ്പോൾ എനിക്ക് ഇവളെ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഇവൾക്ക് വേദനയുണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും അവൾക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ടെൻഷൻ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ഇപ്പം പ്രശ്നമൊന്നുമില്ല. കുഞ്ഞ് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, കാല് നിനക്കുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ സമ്മതിച്ചു. ഞാൻ മാതാവിൽ വിശ്വസിച്ച് സമ്മതിച്ച് ഞാൻ ഓഗസ്റ്റ് 4 ഇവളുടെ സർജറിക്ക് കയറ്റുന്നതിന് മുന്നായിട്ട് ഇവിടുത്തെ തൈലവും എല്ലാം ഇവളുടെ നെറ്റിയിലും അവളുടെ സ്പൈൻ്റെ ഭാഗത്തും ഒക്കെ ഞാൻ പെരട്ടി കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവളെ ഞാൻ സർജറിക്ക് വിട്ടത്. സർജറിക്ക് അതിന് കയറുന്നതിന് മുന്നേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾക്കൊരു ഡ്രെയിൻ ഇടണം. അതായത് എക്സസീവായിട്ട് ഫ്ലൂയിഡൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒരു 3-4 ദിവസം ഡ്രെയിൻ ഇട്ട് കിടക്കേണ്ടി വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ സർജറി കഴിഞ്ഞ് ഞാൻ ഈ സർജറി നടക്കുന്ന സമയത്തെല്ലാം ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാറി ചൊല്ലിക്കൊണ്ടാണ് അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഡ്രെയിൻ ഒന്നും ഇടേണ്ട ആവശ്യം വന്നില്ല, അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അത് ആ ഞരമ്പ് കൂടിക്കിടക്കുന്നത് അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പം ഇത് എനിക്ക് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് എനിക്ക് എൻ്റെ ഈ കുഞ്ഞ്. അവരെന്നോട് UK എന്ന് പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന്. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് അത് സമ്മതിച്ചില്ല. ഞാൻ മാതാവിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി മാത്രമാണ് എനിക്ക് ഈ കുഞ്ഞിനെ ദൈവം തന്നതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് സമർപ്പിക്കുന്നു. ഇതുകൂടാതെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാനിവിടെ ഉടമ്പടിയിൽ ഒരു നിയോഗം എൻ്റെ അനിയത്തിയുടെ കാര്യമായിരുന്നു. അവൾക്ക് ഭയങ്കര ടെൻഷനുള്ള, അവൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അവൾക്ക് നല്ല ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇവൾ പറയുന്നത് ഇവളെല്ലാം പഠിക്കും, അവളുടെ കൂട്ടുകാരും പറയുന്നത് ഇവൾ പഠിക്കും, ഇവൾ റൂമിലിരുന്ന് നന്നായിട്ട് പറഞ്ഞു കേൾപ്പിക്കും. പക്ഷേ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ഇവൾ മറന്നുപോകും. ഇവൾക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഇവൾ മറന്നുപോകും. ആ ഒരു ടെൻഷൻ. അപ്പോൾ ഇവൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയുമ്പം ഞാനിപ്പം അവളെ കളിയാക്കും, ചുമ്മാ തമാശയ്ക്ക് നീ പോ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് അങ്ങനെ ഒരു പേടിയും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ഒരുപാട് നന്നായിട്ട് പഠിക്കാനുണ്ട്. ആ ഒരു ടെൻഷൻ കാരണം അതാണ് ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചത്. പക്ഷേ അപ്പോൾ അവളുടെ റിസൾട്ട് എക്സാം ഭയങ്കര പാടായിരുന്നു. കാരണം അവർക്ക് സെമസ്റ്റർ ആയിരുന്നു. പഴയ പോലത്തെ ഒരു മോഡലൊന്നും അല്ലായിരുന്നു ക്വസ്റ്റ്യൻസ്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ അവൾ എന്നോട് എഴുതിയത്
ആൻസേഴ്സൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അതനുസരിച്ചാണെങ്കിൽ ഒരു കാരണവശാലും അവൾ പാസ്സാകാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ അപ്പോഴും അവളോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, പക്ഷേ എന്നാലും നീ എക്സാം എഴുതിയത് വെച്ച് നിനക്ക് എന്നാണെങ്കിലും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ എന്നാലും നീ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, മാതാവ് രക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവൾ എല്ലാ വിഷയത്തിനും പാസ്സായി. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പ്രൈസ് ദി ലോർഡ്.